അതിന് പോകാൻ അഭിപ്രായം താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോകാം. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് നടക്കുന്ന സാഹചര്യം ഞാൻ പറയാത്ത തന്നെ എല്ലാവർക്കും അറിയാം. എങ്കിലും എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ന്യൂനപക്ഷങ്ങളെ ആകെ തമർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പം ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തുപിടിക്കണം. ജാതി മത ഭേദമന്യേ ഒത്തുപിടിച്ചെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ നാട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ പലസ്തീനിലെ കാര്യം എല്ലാവർക്കും അറിയാം. ഒരൊറ്റക്കുള്ള ഒരു രാജ്യമായിട്ടും കൂടി അവിടെ കയറിയാണ്ട് മറ്റുള്ളവർ തമർത്താൻ നോക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. പല മതക്കാര് പല കോലത്തില് പല വേഷത്തില് പല വസ്ത്രത്തിലും ജീവിക്കുന്ന ഒരു സ്ഥലം നമ്മളെ നാട്. അപ്പൊ നമ്മളെ ആ നാടിനെ പോലെ ഒന്നായിട്ട് ഒറ്റപ്പെടുത്തി നമ്മളെ മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനൊരു ന്യൂനപക്ഷങ്ങൾ ഒറ്റപ്പെടുത്താനുള്ളൊരു കാര്യമായിട്ടാണ് ഇന്നത്തെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനെ പരാജയപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ലോകരാജ്യങ്ങളിൽ മൊത്തത്തില് RSS BJPക്ക് എതിരായിട്ട് എല്ലാ പ്രചാരണം നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകള്, നമ്മളെ അയൽവാസികള്, നമ്മളെ ബന്ധപ്പെട്ടവര്. കാരണം ഇപ്പൊ നമ്മളൊരു നോമ്പ് തുറക്കുമ്പോൾ പറയുന്നില്ല, ഇതിപ്പോ പല രാഷ്ട്രീയക്കാരും പല ആൾക്കാർ ഇതിൽ വന്നിട്ടുണ്ടാവും. പല വ്യത്യസ്ത രാഷ്ട്രീയക്കാർ KMC സംഘടിപ്പിക്കുകയാണെങ്കിലും ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. KMC ആള് മാത്രം എല്ലാവരോടും ഈ നോമ്പ് തുറയിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം നോമ്പ് നമ്മൾ തുറക്കാൻ നോമ്പ് തുറക്കിട്ട് നമുക്ക് എന്തൊരു കൂലി വർഷം കിട്ടും, നോമ്പ് തുറക്കാതെ നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടും. ആ ഉദ്ദേശത്തിലാണ് നമ്മൾ നോമ്പ് തുറക്ക് ആളുകൾ വിളിക്കുന്നത്. അതിലിപ്പോ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവും, എല്ലാ വ്യത്യസ്തപ്പെട്ട ആളുകളും പലതിലും പർവ്വത്തിന് ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊക്കെ എല്ലാവരും മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയ കാര്യം നമുക്ക് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സാഹചര്യം എല്ലാവരും പറയാം. അത് ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്ന ആ മോഡി സർക്കാർ നാട്ടിൽ നിന്ന് ഇല്ലാതായി പോണെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ നടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ കൂടെ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ പരിചയമുള്ള ആളുകൾ, കേരളക്കാർ മാത്രമല്ല, കേരളം വിട്ട് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ അവിടെ കൂടെ നമ്മളെല്ലാവരും അവിടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം നമ്മൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറാഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം ചിലപ്പോൾ പിന്നീട് നമുക്ക് തിരിച്ച് നമുക്ക് ചെല്ലാൻ ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ പോക്ക് പോകുന്നത്. അപ്പൊ എല്ലാവരും അത് മനസ്സിൽ കണക്കൂട്ടിയിട്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് ഇന്ന് തന്നെ അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റുള്ള കാര്യങ്ങൾ മുസ്തഫ നിങ്ങൾ മനസ്സിലാവും. പ്രിയപ്പെട്ട SICയുടെ മക്ക റീജിയൽ വർക്കിംഗ് സെക്രട്ടറി സൈനുദ്ദീൻ സാഹിബ്, അതുപോലെ അൽകുംബ്ര ഏരിയ KMCന്റെ പ്രസിഡന്റ് ചെയർമാന് സൗക്കത്ത് ദാരിമി, സമദാക്ക, ഷംസു, മറ്റു അൽകുംബ്ര ഏരിയയുടെ സഹഭാരവാഹികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആദ്യമായിട്ട് തന്നെ കുറച്ച് പേർക്ക് നമ്മൾ നന്ദി അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരമായിട്ടുള്ളൊരു മഹത്തായ സംരംഭത്തിന് നമ്മളെ കൂടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന നമ്മുടെ സമദാക്ക, ഇവിടെ നമ്മളെല്ലാ പരിപാടിക്കും അതിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് സമദാക്കാന്റെ കമ്പനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മളോട് സഹകരിച്ച ഷിഫ ജിദ്ദ ഹോസ്പിറ്റലുണ്ട്, മറ്റു വ്യക്തികളൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ ആയിട്ട് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് ആൾക്കാരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ഇത്തരം മഹത്തായ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം CH സെന്റർ ദിനമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിലാരംബരായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണവും മരുന്നും അതുപോലെ അവരുടെ കൂടെ വരുന്ന ആളുകൾക്കുള്ള താമസ സൗകര്യമടക്കം എല്ലാ സംഗതികളും ഡയാലിസിസ് അടക്കമുള്ള സംഗതികളൊക്കെ ചെയ്തു വരുന്ന CH സെന്ററിനെ കുറിച്ചുകൊണ്ട് അധികം ആർക്കും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മൾ എല്ലാ റമദാനിലും ഒരൊറ്റ പ്രാവശ്യമാണ് ഈ CH സെന്ററിന് പിരിവ് സമാഹരിക്കുന്നത്. അതിന്റെ ഫണ്ട് ഓരോ മാസം ഓരോരോ CH സെന്ററും നടന്നു വരുന്നതിന് ലക്ഷങ്ങളെ ചെലവാണ് വരുന്നത്, മരുന്നുകളും ഡോക്ടേഴ്സും അവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ വരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഭാവന CH സെന്ററിന് വേണ്ടിയിട്ട് നമ്മളെ കവർ ഇവിടെ ഉണ്ട്. എല്ലാവരും അവനെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ അതിലേക്ക് നിക്ഷേപിക്കണം എന്ന് അറിയിക്കുകയാണ്. അതുപോലെ നമ്മളെ ശാബ്ദങ്ങൾ റിലീഫ് സെല്ല് ഇവിടെ പ്രവാസികൾക്ക് വരുന്ന പ്രയാസപ്പെടുന്ന പ്രവാസിക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ തന്നെ ഇവിടെ നമ്മളെ ഏരിയയിൽ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ ഇൻഷുറൻസ് ഒന്നും ഉണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ
ഈ ചികിത്സക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളോട് സഹായത്തിനായി എന്തെങ്കിലും നമ്മൾ അറിയുന്ന സമയത്ത് തന്നെ നമ്മളവരൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്കൊക്കെ അതിൽ നിന്നാണ് എന്തെങ്കിലും ആയിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ മലപ്പുറത്ത് പ്രവാസി മെഡിക്കൽ സെന്റർ നമ്മൾ നിർമ്മാണത്തിലാണ്, പൂർത്തിയായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു കൊല്ലത്തോടു കൂടി അത് പൂർത്തിയാവും. പ്രവാസികൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാനുള്ള സംവിധാനമാണ് മലപ്പുറം സ്റ്റേറ്റ് സെന്ററിനോട് ചേർന്നുകാണ്ട് മെഡിക്കൽ സെന്റർ സ്ഥാപിക്കുന്നത്. അത് വരും കാലങ്ങളിൽ മറ്റുള്ള ജില്ലകളിലേക്കും ഇൻഷാ അല്ലാഹ് വ്യാപിപ്പിക്കുമെന്നാണ് നമ്മുടെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം കവറുകളൊക്കെ ഇവിടെ ഉണ്ട്, അതുമായിട്ട് എല്ലാവരും സഹകരിക്കുക. പിന്നുള്ളത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സുരക്ഷ ഉണ്ട്, കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമാവാത്തവര് അതിന്റെ ഫോം ഇവിടെ ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്തിങ്ങാണ്ട് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളിപ്പോ കവർ കൊണ്ടുപോയിട്ട് പിന്നീട് ഭാരവാഹികളെ ഏൽപ്പിച്ചാലും മതി, കുഴപ്പമില്ല. ഇനി അല്ല ഇപ്പൊ തന്നെ കൊടുക്കണമെങ്കിൽ അവിടെ കൊടുത്തോളൂ. രൂപത്തിലൊരു പോക്കപ്പോ നാട്ടില് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഓരോ അവനവന്റെ പാർലമെന്റ് മണ്ഡലത്തിലും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്തുക. അതുപോലെ നമ്മൾ ഇന്ന് ഈ സദസ്സില് പിന്നെ നമുക്കൊക്കെ ഒരുപാട് വിഷമമുള്ള സംഗതിയാണ്. ഇപ്പൊ ഫലസ്തീനില് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ദുആ സദസ്സ് കൂടി ഇതോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. അതിന് നമ്മളെ സൈനുദ്ദീൻ ഫൈസി നേതൃത്വം നൽകും. 2 വാക്ക് സംസാരിക്കുന്നതിന് സൈനുദ്ദീൻ ഫൈസിനെ ശരിക്കും ബഹുമാനാദരവ് നിറഞ്ഞ KMCC-യുടെ അൽഖുംറ ഏരിയ അധ്യക്ഷൻ മുത്തു, അതുപോലെ തന്നെ ഈ ഏരിയയുടെ കരുത്തന ജനറൽ സെക്രട്ടറി ഷംസു സാഹിബ്, നമ്മുടെ എല്ലാമായ നമ്മുടെ സമൻ സാഹിബ്, ഷൗക്കത്ത് ദാരിമി, ഇവിടെ ഒത്തുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട KMCC-യുടെ അനുചരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ്റെ അടുത്തൊരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പുണ്യമാക്കപ്പെട്ട റമദാനിന്റെ റഹ്മത്തിന്റെ 10 കഴിഞ്ഞ് മഅ്ഫിറത്തിന്റെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മോട് കൂടെ ഇതുപോലെ നോമ്പുതറി പങ്കെടുത്ത പലവരും ഇന്ന് 6 അടി മണ്ണിന്റെ ചുവട്ടിലാണ്. നാളെ നമ്മളും അങ്ങോട്ട് പോകാനുള്ളവരാണ്. അള്ളാഹു അവരുടെ ഖബർ ജീവിതം വിശാലമാക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇടുങ്ങിയ സമയമാണ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ നിയ്യത്തനുസരിച്ചാണ് ഉണ്ടാവുന്നത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ കരുത്തനുസരിച്ചാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചരിത്രം വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരാൾക്ക് കുറച്ച് സമ്പത്ത് കൊടുത്തു, അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവും കൊടുത്തു, വിജ്ഞാനവും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ അറിവനുസരിച്ച് ആ സമ്പത്ത് അവൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമ്പത്ത് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു നിന്ന മറ്റൊരാൾ, അവന്റെ അടുത്ത് വിജ്ഞാനമുണ്ട്, അറിവുണ്ട്, പക്ഷെ സമ്പത്തില്ല. അവൻ മനസ്സാൽ വിചാരിച്ചു പോയി, പടച്ചവനെ അവന് കൊടുത്ത അതുപോലത്തെ ഒരു സമ്പത്ത് പടച്ചവനെ എനിക്കും തരുകയാണെങ്കിൽ ഞാനും അവനെ പോലെ ഇതുപോലെ ചെലവഴിക്കുമായിരുന്നല്ലോ എന്ന് അവൻ മനസ്സാൽ വിചാരിച്ചു. ആ വിചാരിച്ച ഒറ്റ കാരണത്താൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലഹുമാ ഫിൽ അജ്ർ സവാബ്. അവർ ആ കൂലിയിൽ സമന്മാരാണ്. ആ ചെലവഴിച്ച ആൾക്ക് എത്രയാണോ കൂലി കിട്ടുന്നത് അതേ കൂലി സമ്പത്തില്ലാതെ ആ സമ്പത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിച്ച ഇവർക്കും അള്ളാഹു നൽകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്. രണ്ട് പേരെ പിന്നെ ഉദാഹരിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരിക്കുകയാണ്, ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, പക്ഷെ വിജ്ഞാനം കൊടുത്തിട്ടില്ല. സമ്പത്തുണ്ട്, വിജ്ഞാനമില്ല. അവന്റെ സമ്പത്ത് അവൻ ദൂർത്തടിച്ചുകൊണ്ട് ചെലവഴിക്കുന്നു. അത് കണ്ടുനിന്ന് മറ്റൊരാൾ അവന്റെ ഈ ചെലവഴിക്കൽ കണ്ടുകൊണ്ട് അവൻ മനസ്സാൽ വിചാരിച്ചു, അവനെപ്പോലെ സമ്പത്തുണ്ടെങ്കിൽ എനിക്കും ഇങ്ങനെ ജോളിയായി ജീവിക്കാമായിരുന്നല്ലോ, ഇങ്ങനെ സന്തുഷ്ടമായി ജീവിക്കാമായിരുന്നല്ലോ എന്ന് അവൻ മനസ്സിൽ വിചാരിച്ചാൽ അവൻ എങ്ങനെയാണോ ജീവിച്ചത് ആ കുറ്റം മുഴുവൻ ഇവനും ഉണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ വിചാരിക്കണം, നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി, ഈ ഒരുമിച്ച് കൂടുന്നതിന്റെ
ഓരോ പ്രവർത്തനത്തിന്റെയും നീയത്തനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ പ്രതിഫലം നൽകും. നമ്മൾ എത്രയോ ചാരിറ്റികൾ നടത്തുന്നുണ്ട്, എത്രയോ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഈ സഹായങ്ങളെല്ലാം നമ്മുടെ നീയത്തനുസരിച്ച് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണോ ചെയ്തിട്ടുള്ളത്, ആ ചെയ്തതിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടും. ഇന്ന് നാടിന്റെ നാനാഭാഗത്ത് മുസ്ലിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീന്റെ വിഷയം ഇവിടെ മുത്ത് സൂചിപ്പിച്ചു. ഫലസ്തീനിൽ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ പോലും പിഞ്ചു പൈതങ്ങളെ ഹോസ്പിറ്റലിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ട് പിഞ്ചു പൈതങ്ങൾ നിഷ്ഠൂരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നോമ്പ് തുറക്കുവാൻ ഭക്ഷണമില്ല, അത്താഴത്തിന് ഭക്ഷണമില്ല, ദിവസങ്ങളോളം കുടിവെള്ളം പോലും ഇല്ലാതെ വിഷമിക്കുന്ന ആ പൈതങ്ങൾ. പക്ഷേ പരീക്ഷണങ്ങൾ മുസൽമാനെ പറഞ്ഞതാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലറയാണ്. പക്ഷേ ഇത് കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണം മുസൽമാന് പുത്തിരിയല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനു മുമ്പുള്ള എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ, അവരെല്ലാം ഇതുപോലെ ഇതിലും വലുതായി പരീക്ഷണങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. പക്ഷേ പരീക്ഷണം എന്നാൽ എന്ത് ചെയ്യണം? നമുക്ക് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടാവും. ആ പരീക്ഷണങ്ങളെല്ലാം ക്ഷമിക്കുകയാണെങ്കിൽ ആ ക്ഷമയാണ് നമ്മുടെ കൂലി. കാരണം ഒരു മുസൽമാൻ, അള്ളാഹ് പറയുന്നത് മുസൽമാന് പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണം ആണ് അവന്റെ പ്രതിഫലമായി വരുന്നത്. ആ പരീക്ഷണം എങ്ങനെ അവൻ സഹിക്കുവാൻ സാധിക്കുന്നുവോ അതാണ് അവന്റെ പ്രതിഫലം. നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീനിലുള്ള പിഞ്ചു മക്കളുടെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ പഠിക്കുന്ന ഒരു മകൾ തന്റെ മാതാവിന് ഫോൺ ചെയ്തതിന്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാതാവിന് ഫോൺ ചെയ്തതിന്റെ കൺവെർസേഷൻ വീഡിയോ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഉമ്മക്ക് വിളിച്ചപ്പോ ആ ഉമ്മ പറഞ്ഞു, എന്റെ എന്റെ സഹോദരനും ഷഹീദായിട്ടുണ്ട്. അത് പൊട്ടിക്കരഞ്ഞ മകൾ, ബ്രിട്ടനിൽ പഠിക്കുന്ന മകൾ പൊട്ടിക്കരഞ്ഞപ്പോ ആ ഉമ്മ സാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പലസ്തീനി പെണ്ണാണെങ്കിൽ ഇങ്ങനെ കരയരുത്. നമ്മുടെ ഉപ്പയും നമ്മുടെ മകനും പോയിട്ടുള്ളത് ജന്നാത്തുൽ ഫിർദൗസിലേക്കാണ്. അങ്ങനെ പോയിട്ടുള്ള അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയും നീ സന്തോഷിക്കുകയും ആണ് വേണ്ടത്. അവർ ഷഹീദായി മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷഹീദിന്റെ കൂലി നാളെ പരലോകത്ത് വെച്ച് അവർ വന്നുകൊണ്ട് നമ്മൾ ശഫാഅത്ത് ചെയ്തുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എനിക്കറിയില്ലേ. അതുകൊണ്ട് നീ ഒരിക്കലും വിഷമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പെണ്ണുമോളെ സ്വന്തം ഭർത്താവും മകനും കൺമുന്നിൽ കൊല്ലപ്പെട്ടിട്ട് പോലും സ്വന്തം മകൾ സമാശ്വസിപ്പിക്കുന്ന ആ ഉമ്മയാണ് പലസ്തീന്റെ മക്കളിൽ ഇന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ പ്രയാസങ്ങൾ വന്നാലും എത്ര തന്നെ പ്രതിസന്ധികൾ വന്നാലും ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ അതാണ്. ഇന്ന് NRC ആയിട്ടും LPR ആയിട്ടും പല വിധത്തിലും നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിലാവണം. ഈ പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞു പോകും. പ്രതിസന്ധികൾ കൊണ്ട് ഒരിക്കലും മനുഷ്യൻ തളരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ നിമിഷങ്ങളും ഈ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധികൾക്ക് എതിരെ പൊരുതുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പ്രതിപക്ഷ കക്ഷികളുടെ ഓരോ നേതാക്കന്മാരെ പിടിച്ച് ജയിലിട്ടുകൊണ്ട് പ്രതിപക്ഷത്തെ അശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മോഡി സർക്കാർ. അതുകൊണ്ട് തന്നെ ആ മോഡി സർക്കാരിനുള്ള തിരിച്ചടി നൽകുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നാം ഇവിടുന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിനെയും അത് പ്രാപ്തരാക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ശത്രുക്കളുടെ മാരകമായ ശക്തിയിൽ നിന്ന് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായ ഗവൺമെന്റിനെ അള്ളാഹു ഇലക്ഷനെങ്കിലും നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാ നിലക്കും നമുക്ക് അനുകൂലമായി നമുക്ക് മുസ്ലിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നല്ലൊരു ഗവൺമെന്റിനെ സാധിച്ചെടുക്കുവാൻ ഈ ഇലക്ഷൻ നമുക്ക് ആകുമാറാവട്ടെ. ഈ റമദാൻ നല്ലത് കൊണ്ട് സാക്ഷ്യക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുവാനും ജന്നാത്തുൽ നഈമിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടുവാനും നാളെ അവന്റെ ശഫാഅത്തിന് അർഹമാകുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ
അല്ലാഹു തആലാന്റെ റഹ്മത്ത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു. ഇനി മാഫറത്തിൻ്റെ 10ലാണ്. മാഫറത്തും കഴിഞ്ഞ് പിന്നെ ഇത്ഖുണ്ട്. ഈ 3 10കളിൽ ഈ റമദാനിൽ നമ്മൾ ആ റമദാൻ്റെ മട്ടത്തിൽ ഒരു മുസ്ലിമാണ് എന്നുള്ള മട്ടത്തിലാണ് അധികം ആളുകളും നടക്കാറ്, ചില ആളുകൾ മാത്രം. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ഒരുപാട് നല്ല നല്ല അമാലുകളുണ്ട്. നിസ്കാരം, 5 വക്തിൻ്റെ നിസ്കാരം, അത് തന്നെയാണ് കാര്യമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഖുർആനോത്തുകളും. ഈ 2 കാര്യങ്ങൾ നമ്മൾ നിലനിർത്താൻ വേണ്ടി കഴിയുന്നതും ശ്രമിക്കണം. ഓത്ത് കുറേ ആളുകൾ ഉണ്ടാകും, പക്ഷെ 5 വക്ത് നിസ്കാരം എന്നുള്ള കാര്യമാണ് കാര്യമായിട്ട് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന സമയത്ത് വരെ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. ഒരു മനുഷ്യനിക്കും ബുദ്ധിയും മുസ്ലിമും ബുദ്ധിയും വിവേകം എല്ലാം ഉള്ള ഏത് മനുഷ്യനിക്കും നിസ്കാരം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. ഒരു വക്ത് നമുക്ക് ഖളായിട്ടുണ്ടെങ്കിൽ ആ ഖളാ വീട്ടാനുള്ള സന്മനസ് നമ്മളെല്ലാവരും കാണിക്കുക. അതാണ് ഇനി മുതലുള്ള ജീവിതത്തിൻ്റെ ഇതിനുള്ള തുടക്കത്തിൽ, ഇനിയുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ നാം ചെയ്യേണ്ടത്. കാരണം നമ്മളൊക്കെ ചെറുപ്രായക്കാരുകളാണ്. ഇന്ന് വരെ ഓൾഡായ ആളുകളൊക്കെ ഇവിടെ നിലനിന്നുകൊണ്ട് നമ്മളെപ്പോലത്തെ ചെറുപ്രായക്കാരായ ആളുകളാണ് എളുപ്പം പോകുന്നത്. അപ്പം നമ്മളൊക്കെ നമ്മുടെ നഫ്സിനു വേണ്ടിയിട്ട് നമ്മളെ ഇവിടെയുള്ള ഏത് കാര്യങ്ങളും നമ്മൾ നല്ലിടത്തിൽ ചെയ്യുന്നുണ്ടെങ്കിലും നാളത്തേക്കുള്ള വരുമാന മാർഗങ്ങളോട് നാം അതിൽ കാണണം, അതിനുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. അതുകൊണ്ട് കാര്യമായിട്ട് പറയാനുള്ള നിസ്കാരം, ആ 5 വക്ത് നിസ്കാരം നമ്മൾ മുറപ്പോലെ നമ്മൾ രാവിലെ സുബഹിക്ക് എണീക്കാൻ വൈകിയാലും ആ നീച്ചുടനെങ്കിലും അതെന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. മറ്റുള്ള വക്തുകൾ ളുഹറും അസറും മാരിബും ഇശാവും ഒക്കെ പല ആളുകളും 2 നേരം 1 നേരമൊക്കെ നമസ്കാരമുള്ളൂ. അതൊന്നല്ല നമുക്കുള്ള 5 വക്ത് നമസ്കാരം നമുക്ക് ഫർളാണല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജും പോയ സമയത്ത് എത്ര 50 വക്ത് വരെ ഉള്ളത് അവസാനം 5 വക്താക്കി ചുരുക്കിയിരിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ആ 5 വക്ത് നമസ്കാരം എല്ലാവരും അള്ളാഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ പാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആരെങ്കിലും ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടലുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ നിങ്ങളെ അറിവിലുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് ബന്ധപ്പെടുക. ശമ്പളം കിട്ടാതൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കൊണ്ടൊന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നന്ദി പറയുന്നതിന് വേണ്ടി സെക്രട്ടറി ശംസുവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നടത്തിയ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്ത നമ്മുടെ കുമ്രയുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളെ പ്രവർത്തകർ, നമ്മൾ ഇന്നിവിടെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. മുത്തു ഇന്ന് നമ്മളെ കാര്യം പറഞ്ഞത് CH സെന്ററിലത് ഷിഹാബ് തങ്ങൾ റിലീഫ്, അതുപോലെ തന്നെ പ്രവാസി മെഡിക്കൽ സെന്റർ. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മളെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് CH സെന്ററിന്റെ പിരിവ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് അതിലേക്ക് കാര്യമായിട്ട് സംഭാവന ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ഈ പരിപാടിയിലേക്ക് സഹകരിച്ച നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, ഷിഫാജിത്ത്, പ്രത്യേകം അവരോട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന നമ്മുടെ സമദ് സാഹിബ്, നമ്മളെല്ലാ പരിപാടിക്കും നമ്മളെ ഈ കുമ്രയുടെ ചുറ്റുവട്ടത്ത് എന്ത് പരിപാടി നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് സമദ് സാഹിബാണ് ഇവിടെ എല്ലാ സൗകര്യവും. നമ്മളിവിടെ ഈ ഇരിക്കുന്നതടക്കം നമുക്ക് ഈ സൗകര്യം ചെയ്തു തന്നിട്ടുള്ള സമദ് സാഹിബാണ്. അപ്പൊ അവിടെ സമദ് സാഹിബിനും അതുപോലെ സമദ് സാഹിബിന്റെ കഫീല് അവരുടെ എല്ലാ സ്റ്റാഫുകളും അവരോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭക്ഷണം നമ്മൾ ഭക്ഷണത്തിരിക്കാൻ ഭക്ഷണം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ മറ്റ് സ്ഥാപനം അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെ ഫലസ്തീനെ വേണ്ടി നമ്മളെ സഹോദരങ്ങൾ നമ്മളിവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നോമ്പ് തുറക്കാൻ പോലും അവർ പ്രയാസപ്പെടുന്നൊരു അവസ്ഥയാണ്. പട്ടിണി കടന്നിട്ട് അത്താഴം പോലും കഴിക്കാതെയാണ് അവർ ഓരോ നോമ്പ് എടുക്കുന്നത്. അതിലേക്ക് അവർ പിന്നെ ബോംബ് വർഷിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മളിവിടെ പറഞ്ഞ് നമ്മൾ മീഡിയാസിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ നിങ്ങളെ ഈ റമദാൻ മാസത്തിൽ ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ അവസ്ഥയും പിന്നെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പോക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സമുദായത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഈ പരിപാടിയിലേക്ക് അധ്യക്ഷൻ സ്ഥാനം വഹിച്ച മുത്തു സാഹിബ്, അതുപോലെ നമ്മുടെ
സ്വാഗതം പറഞ്ഞ സാമത സാഹിബ്, ആശംസകൾ അറിയിച്ച നമ്മുടെ ഫൈസി, ദാരിമി, ഇവർക്കെല്ലാം കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് സംബന്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ട് നീങ്ങേണ്ടത്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. من شر ما خلق من شر غاسق اذا وقب من شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وسن الخواتم واستسقى الأمام بوجهه الكريم وعلى آله. اللهم صل وسلم مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم، ثم إلى حضرة أرواح آبائه وإخوانه من الأنبياء والمرسلين، ثم إلى حضرة أزواج الطاهرات أمهات المؤمنين، ثم إلى حضرة أهل البدريين والحديين والخندقيين والتبوكيين والخيبريين وسائر الصحابة والقرابة كلهم أجمعين. اللهم بحقهم وبجاههم يسرنا وسهل أمورنا وفرج همومنا واكشف همومنا يا ذا الجلال والإكرام. ثم إلى حضرة من ماتوا منا من أقاربنا من جيراننا خاصة من أهلنا يا رب العالمين. اللهم ارحم يا رب ربتهم وأنس معيشتهم ومن رحمتهم ونغفر محلتهم وارفع درجتهم وكلنا ولهم وليا وبنا وبهم محفيا. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءنا واعداء الدين. اللهم شتت شملهم وفرق جمعهم وزلزل اقدامهم واقل عدوهم يا قهار يا جبار يا رب العالمين. اللهم خلص معاهدنا ومساجدنا وبيت المقدس يا رب العالمين. اللهم انصر جيوش فلسطين. اللهم انصر المسلمين فلسطين. اللهم دمر اعداءهم يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. صلى الله عليه وسلم.